ഇങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുകയാണമ്മ. ഇങ്ങളിങ്ങനെ നോക്കി നിന്നതോണ്ടേ അജുക്ക് നേരത്തെ വരുവോ? ഇന്റെ വേവലാതിയെ അനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നേരെ 10 മണി ആവാറായി. ഈ കുട്ടി ഇതുവരെ എവിടെ പോയി കിടക്കുകയാണ് റബ്ബെ. ഇന്ന് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ റബ്ബെ. ഈ അജുക്ക് എവിടെ പോയി കിടക്കുക? എന്റെ റബ്ബെ, എന്റെ കുട്ടിയുടെ പേര് ഒന്ന് പെട്ടെന്ന് കിട്ടിയാ മതിയാർന്ന്. ഇമ്മ, ഇങ്ങളിങ്ങോട്ട് അകത്തേക്ക് പോരി. നേരെ ഇട്ടായില്ലേ, ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ഈ അടുത്ത കാലത്തൊന്നും എന്നോട് പറയാതെ എന്റെ കുട്ടി എങ്ങോട്ട് പോയിട്ടില്ല. ഇതിപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ റബ്ബേ. ഇത് ഫോൺ ഓഫാക്കി കണ്ട് ഈ അജുക്ക് എവിടേക്കാ പോയത്? എന്തായി കുട്ടിയെ? ബെല്ലടിക്കണെങ്ങാനുണ്ടാ? ഇല്ലമ്മ, ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് ഫോണ്. എന്റെ റബ്ബേ, എന്റെ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? ഒരു സമാധാനം കിട്ടണില്ലല്ലോ. ആ തുടങ്ങി. എന്റെ പൊന്നാരുമ്മ, അജിക്ക് ചിലപ്പോ വല്ല ജോലിക്കാരത്തിന് എങ്ങടേലും പോയി കാണും. ഫോൺ ഓഫായോണ്ടേ ഞമ്മക്ക് വിളിച്ച് പറയാനും പറ്റുണ്ടാവില്ല. നിങ്ങൾ പോയിട്ട് എന്തേലും തിന്നിട്ട് കിടന്നോളി. ഈ ജിന്നെങ്ങനെ സമാധാനപ്പെടുത്താൻ വേണ്ടിങ്ങാണ്ട് ഓരോന്ന് പറയണ്ട. ഓന്റെ ഫോൺ ഓഫ് ആണെങ്കിലും ഓന് വേറൊരാളെ ഫോണെന്ന് നമ്മളോട് വിളിച്ച് കാര്യം പറയാതെ ഇരിക്കൂല. ഓനക്കറിയാം നമ്മൾ രണ്ടാളും ഈ പെരയിൽ കിടന്നുങ്ങാണ്ട് തീ തിന്നാവുന്നുള്ളത്. ഇമ്മ പറയണേലും കാര്യമുണ്ടല്ലോ റബ്ബേ. ഇനിയിപ്പോ ആർക്കൊന്ന് വിളിച്ച് ചോദിക്കല്? പെണ്ണുറങ്ങിയ സെൽമോ? ആ കിടന്നിക്കണ പാവന്റെ കുട്ടി. കൊറേ ദിവസത്തിന് ശേഷേ ഓളെ മുഖത്തെ ആ പഴയ ചിരി ഞാൻ ഇന്നാപ്പ കണ്ടത്. ഇനിയിപ്പോ നാളെ സന്തോഷത്തോടെ എന്റെ കുട്ടിക്ക് കോളേജിൽ പോവാലോ അല്ലേ സെൽമോ? അത് പിന്നെ പറയാണ്ട. കോളേജിൽ പോയി കഴിഞ്ഞാലേ അമ്മാൻ്റെ അജുവിൻ്റെ ഒക്കെ മുഖത്ത് എങ്ങനെ നോക്കാന്നൊക്കെയുള്ള വേചാറുകൊണ്ട് കത്തിക്കാളി നടക്കരുന്നു എൻ്റെ കുട്ടി. സ്നേഹം കൊണ്ട് നിങ്ങൾ ഉമ്മയും മോളും എന്നാണ് തോൽപ്പിച്ചത്. ഇന്നെന്താന്നോ എന്നില്ലാത്തൊരു മനസ്സിലൊരു സന്തോഷവും സമാധാനം തോന്നുന്നുണ്ട് സെൽമോ. സ്നേഹം കൊണ്ടേ ഞങ്ങളല്ല ഇങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചറിഞ്ഞത്. ഇങ്ങൾക്കും മോൾക്കും ദോഷം വരാത്ത രീതിയിൽ ഇത് എങ്ങനെ ഒന്ന് ഒത്തുതീർപ്പാക്കാന്ന് ആലോചിച്ചേ ഉരുകി ഉരുകി തീരെയായിരുന്നു ഞാൻ. ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് നമ്മളെ മോളും. ഞാൻ ആരെ ഭാഗത്താ നിൽക്കുക, ഏത് ഭാഗത്താ ശരി ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്തായാലും എല്ലാത്തിനും പഠിച്ചവനായിട്ട് നിങ്ങളെ കൊണ്ടൊരു പരിഹാരം കാണിപ്പിച്ചെന്നില്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം മനസ്സിനെ എന്തെന്നില്ലാത്തൊരു സമാധാനമുണ്ട്. എൻ്റെ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഇപ്പൊ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന്. നമുക്ക് അജുവിന്റെ വീട് വരെ ഒന്ന് പോണ്ടേ സെൽമോ? പോണം. പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ നമുക്ക് ഈ തുടങ്ങി വെച്ച കാര്യത്തിനൊരു അവസാനമാക്കണ്ടേ? നമ്മൾ എന്താപ്പോ ആ കൂട്ടുകാരോട് പറയാ? നാളത്തെയും കൂടി കഴിഞ്ഞാൽ ഓല് കല്യാണം വിളിച്ചു തുടങ്ങൂലേ? എന്താപ്പോ നമ്മൾ ഓരോട് പറയാ? ഞാനേ അതെന്നെ പിരുന്ന് ആലോചിക്കണത്. നമ്മള് വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പിന്നിപ്പോ അവരോട് നമ്മൾ പറയാ? ഇതിന്റെ പേരിലിപ്പോ കുഞ്ഞോളെ കാര്യത്തിൽ കുഞ്ഞോൾക്ക് ഇനി എന്തെങ്കിലും ഇത് വരുമോ? അതാണ് ഇപ്പൊ ആലോചിക്കണേ സെൽമോ. എന്താ ചെയ്യാ? ആ ഒരു തോന്നല് എൻ്റെ ഉള്ളിലും തോന്നായി ഒന്നുമില്ല. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ആ പെണ്ണൊന്ന് സമാധാന ജീവിതത്തേക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു കാര്യം വന്ന്
കുറേ ചോദിച്ചതിന് ശേഷം നമ്മളൊരു മറുപടി പറഞ്ഞിരിക്കുന്നതും. എന്നിട്ടിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാല കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം ഇനി പെട്ടെന്ന് നമുക്ക് താല്പര്യമില്ല നടക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പെണ്ണിൻ്റെ ജീവിതത്തിനും കൂടി ബാധിക്കുമെന്നുള്ള പേടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇലക്കും മുളയൊന്നും കേടില്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഇപ്പം ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടണമല്ലോ. കാര്യം ഇപ്പൊ എന്തായാലും പ്രിയമോൾക്ക് അവന്റെ സ്വത്തും മുതലും മോഹിയാണെന്ന് തോന്നിയെന്നല്ലാണ്ട് അവര് നമ്മളോട് സ്ത്രീധനം സ്വർണം അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ആ കാരണം പറഞ്ഞ് ഉയ്യാനിട്ടോ പറ്റൂല. എന്താ പറയാ? ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ സമാധാനക്കേടാണല്ലോ ഒക്കെ. ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആരിസിനും പരക്കാർക്കും നമ്മളോടൊരു മുഷിപ്പ് തോന്നാൻ കാരണമാവുമോ? എന്തായാലും നേരം വെളുക്കട്ടെ. നാളെ നമുക്ക് കുഞ്ഞോളെ വില വരുന്നു പോണം. അവരോട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ നാളെ നാളെ വിളിച്ചെന്തായാലും കോളേജിൽ പോട്ടെ. എൻ്റെ കുട്ടിയെ കാരണത്താല് ഒരുപാട് ക്ലാസ് എൻ്റെ കുട്ടീൻ്റെ മുടങ്ങിയിരിക്കണം. നാളെ കോളേജിൽ പോയി തുടങ്ങാന്നുള്ള സമാധാനത്തോടെ തന്നെ പെണ്ണുറങ്ങാൻ പോയിട്ടുള്ളത്. എന്തായാലും കോളേജിലാരും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് സാധാരണ പോലെ ഇപ്പോൾ കോളേജിൽ പോയി തുടങ്ങാമല്ലോ. തൽക്കാലം നമ്മൾ അജുവിൻ്റെ പെരയിൽ പോയി കാര്യങ്ങളൊക്കെ പറയും വരെ ആരോടത് പറയണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്നത്തെയും പോലെ സമാധാനത്തിൽ അവൾ ക്ലാസ്സിന് പോയി വരട്ടെ. ആദ്യം ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയതിന് ശേഷം നമുക്ക് അജുവിൻ്റെ പെരേക്ക് പോവാം. അതല്ലേ നല്ലത്? ഇൻഷാ അല്ലാഹ് നേരം വെളുക്കട്ടെ. വിജയ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ നോക്ക്. ആരാ വിളിക്കണത്? എന്റെ കുട്ടി എങ്ങാനും ആണാ? ഏതാ അറിയാത്ത നമ്പറാണല്ലമ്മ. ഹലോ ഹലോ കേൾക്കണില്ലമ്മ. ഹലോ ഹലോ കട്ടായി. ഇജൊന്ന് അങ്ങോട്ട് അടിച്ചു നോക്ക്. എന്റെ കുട്ടി ചെലപ്പോ വേറെ ആരെങ്കിലും ഫോണിൽ വിളിച്ചു നോക്ക്. ആമാ വിളിച്ചോട്ടെ. ഹലോ ആരാണ്? എന്റെ പടച്ചോന്